ഓൾസോ ഞാൻ ഇന്നൊരു ഡെയിലി ജേർണലാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ബുക്ക് എടുക്കുക. ലൈക്ക് പ്ലെയിൻ ബുക്കായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡിൽ ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയ പാറ്റേൺ പേപ്പറാണ്. അതിൻ്റെ നടുക്കൂടെ കീറി രണ്ട് സൈഡിലും ഒട്ടിക്കുക. ആൻഡ് ഇത്തിരി എക്സ്റ്റെൻഡഡ് പേപ്പർ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ സ്റ്റോറീസ് ഓഫ് നവംബർ 15 എഴുതാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. നവംബർ 15 സ്റ്റോറീസ് എന്നായിപ്പോയി. അപ്പോൾ അതൊരു സ്കെച്ച് പെന്നിട്ട് എഴുതിയിട്ട് അതിൻ്റെ പുറത്ത് കൂടെ ഞാൻ പെന്നിട്ട് എഴുതുന്നുണ്ട്. ആൻഡ് ദെൻ ഒരു റൈറ്റിങ്സ് എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പാറ്റേൺ പേപ്പർ വരച്ചത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ കവായി സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ എനിക്ക് തോന്നിയ കവായി സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ജേർണൽ എന്ന് പറയുന്നത് നമ്മൾ മാത്രം കാണുന്ന സെറ്റപ്പാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ ഇപ്പുറത്തെ സൈഡിലെന്ന് പറയുന്നത് കോട്ട്സ് പോലെയൊക്കെ എന്തെങ്കിലും എഴുതി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ എൻജോയ് ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് സ്കെച്ച് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ പിന്നെ താഴെ കുറച്ച് മാറിയായിട്ട് ഡു വാട്ട് മേക്സ് യു ഹാപ്പി എന്നും കൂടെ എഴുതുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഓക്കെ. ആൻഡ് ഒരു ക്ലൗഡിൻ്റെ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അതൊന്ന് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 കവായി സ്റ്റിക്കേഴ്സും കൂടിയിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കവായി സ്റ്റിക്കർ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. ആൻഡ് ദെൻ ഇതിൻ്റെ അകത്ത് കിടന്ന് വേക്കൻറ്റ് സ്പേസസിലൊക്കെ ലവ്, സ്റ്റാർ, റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷേപ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ ആ ഒരു ഡേനെ പറ്റിയിട്ട് ജസ്റ്റ് സിംപ്ലി ഞാൻ എൻ്റെ വേർഡ്സിലിങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ജേർണൽ.